എല്ലാവർക്കും നമസ്കാരം. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന നമ്മുടെ പാഠഭാഗത്തിലെ ഗ്യാമറ്റോജെനിസിസിൻ്റെ 2 ഘട്ടങ്ങളും അതുപോലെ സ്ട്രക്ചർ ഓഫ് ഗ്യാമേറ്റും സ്പേമിൻ്റെയും ഓവത്തിൻ്റെയും സ്ട്രക്ചറുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായി പഠിച്ചത്. ഗ്യാമേറ്റുകൾ മെയിൽ ആൻഡ് ഫീമെയിൽ ബോഡിയിലാണ് ഫോം ചെയ്തത്. ഈ ഗ്യാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യണം, അതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുക. ശേഷമാണ് അതിൻ്റെ ബാക്കി പ്രോസസ്സുകൾ നടക്കുക. ഫെർട്ടിലൈസേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടൊരു ഭാഗമുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചോളം സ്ത്രീകളുടെ ബോഡിക്കകത്ത് ഈ ഒരു ഓവം എന്ന് പറയുന്ന സെല്ല് പ്രൊഡ്യൂസ് ചെയ്തു. ഫെർട്ടിലൈസേഷൻ നടന്നില്ല, എന്താ സംഭവിക്കുക? ഓവം പ്രൊഡ്യൂസ് ചെയ്തു, സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടക്കും, നമുക്കറിയാം. ഇനി ഇങ്ങനൊരു ഓവം എന്ന് പറയുന്ന ഒരു ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓവറിക്ക് ഉള്ളിലുള്ള ഫോളിക്കിൾസൊക്കെ ഡെവലപ്പ് ചെയ്ത് ഓവം എന്ന് പറയുന്ന സെല്ല് പ്രൊഡ്യൂസ് ചെയ്തു. ഇനി അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ സംഭവിക്കുന്ന പ്രോസസ്സാണ് മെൻസ്റ്റുറേഷൻ എന്നാണ് പറയുക. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് മെൻസ്റ്റുറേഷൻ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് മെൻസ്റ്റുറൽ സൈക്കിൾ. വാട്ട് ഈസ് മെൻസ്റ്റുറൽ സൈക്കിൾ? മെൻസ്റ്റുറൽ സൈക്കിൾ, ഇതിന് സൈക്കിൾ എന്നുള്ള പേരാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? ഇതിന് ആവർത്തിച്ച് ഇങ്ങനെ ക്രമമായിട്ട് ആവർത്തിക്കുന്ന പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഇതിനെ മെൻസ്റ്റുറൽ സൈക്കിൾ എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ എന്താണ് നമ്മൾ ഡെഫിനേഷൻ പറയുക വെച്ചാൽ, ഇറ്റ് ഈസ് ദ റിതമിക് സീരീസ് ഓഫ് cyclic changes that occur in the reproductive organs of primate female is called menstrual cycle. പ്രൈമേറ്റ്, മനുഷ്യനെ ഉൾക്കൊള്ളുന്ന വിഭാഗമാണ് പ്രൈമേറ്റ്. അപ്പോൾ ഈ പ്രൈമേറ്റ് ഫീമെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ സൈക്ലിക്കായിട്ട് നടക്കുന്ന ഒരു സീരീസ് ഓഫ് ചേഞ്ചസിനെയാണ്, ഘട്ടം ഘട്ടമായി നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെൻസ്റ്റുറൽ സൈക്കിൾ എന്ന് പറയുക. നമുക്ക് മറ്റൊരു രീതിയിൽ മെൻസ്റ്റുറേഷനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, it is a cyclic event starting from one menstruation till the next during reproductive period of a woman's life. Reproductive period എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്യൂബർട്ടി മുതൽ, പ്രായപൂർത്തിയാകുന്ന കാലഘട്ടം മുതൽ ഈ മെനോപോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിനെയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സൈക്ലിക് ചേഞ്ചസിനെയാണ് നമ്മൾ മെൻസ്റ്റുറേഷൻ എന്ന് പറയുക. നമ്മൾ ബയോളജിക്കലി ഇതിൻ്റെ പ്രോസസ്സുകളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പ്രോസസ്സ് ഇതൊരു സൈക്ലിക് ബയോളജിക്കൽ പ്രോസസ്സാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഈ ഒരു ബയോളജിക്കൽ പ്രോസസ്സിനെ വേറെന്തോ ഒരു രൂപത്തിൽ കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ മാറ്റണം. അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഇത്തരം പഠനങ്ങൾ നമുക്ക് അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞല്ലോ, ഇതൊരു സൈക്ലിക് ആയിട്ടുള്ള സീരീസ് ഓഫ് പ്രോസസ്സാണെന്ന് പറഞ്ഞു. ഡ്യൂറേഷൻ ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് 28 or 29 days. അപ്പോൾ 28 അല്ലെങ്കിൽ 29 ദിവസത്തിനുള്ളിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് മെൻസ്റ്റുറേഷൻ. ഈ ഒരു സ്ത്രീയിൽ ഓവുലേഷൻ നടന്നു, അത് ഫെർട്ടിലൈസേഷൻ നടന്നു, മെയിൽ ഗ്യാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്തു വിചാരിക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് മെൻസ്ട്രുവൽ സൈക്കിൾ ആബ്സെൻ്റ് ആയിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പ്രഗ്നൻസി, അതുപോലെ ലാക്ടേഷൻ പീരീഡാണ്, അല്ലേ? അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് ആബ്സെൻറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ. ഇനി ഇത് മനുഷ്യനിൽ മാത്രമല്ല കേട്ടോ ഈ പ്രോസസ്സ് നടക്കുന്നത്. പ്രൈമേറ്റുകളിൽ മങ്കീസും അതേപോലെ എയ്പ്പുകളുമാണ് പ്രധാനമായിട്ട് പെടുന്നത്. അപ്പോൾ ഈ എയ്പ്പുകളും മങ്കീസും ഉൾക്കൊള്ളുന്ന പ്രൈമേറ്റ് വിഭാഗത്തിലെ ഫീമെയിൽസിന് മൊത്തം ഈ ഒരു പ്രോസസ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. Menstrual cycle is also seen in other primate like monkeys and apes. ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഇവൻറ്റുകളാണ്. മെൻസ്ട്രുവൽ സൈക്കിൾ ഹാസ് 2 events, അല്ലെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ് 2 events. ഫസ്റ്റ് വൺ ഓവറിയൻ സൈക്കിൾ, രണ്ടാമത്തത് യൂട്രൈൻ സൈക്കിൾ. ഓവറിയൻ സൈക്കിൾ മീൻസ് ചേഞ്ചസ് ഒക്കർ ഇൻ ദ ഓവറി. രണ്ടാമത്തത് യൂട്രൈൻ സൈക്കിളാണ്. ഹിയർ ദ ചേഞ്ചസ് ഒക്കർ ഇൻ ദ യൂട്രസ്, ഓവിഡക്റ്റ് ആൻഡ് വജൈന. അറ്റ് എ ടൈമിൽ 2 സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ മാറ്റങ്ങൾ നടക്കുന്നത്. ഒന്ന് ഓവറിയിൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്, അതേ സമയത്തും യൂട്രസിനകത്തും ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഇത് രണ്ടാണ് ഈ ഒരു മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഇവൻറ്റ്. അപ്പോൾ ദർ ആർ 2 events ഇൻ മെൻസ്ട്രുവൽ സൈക്കിൾ, ഓവറിയൻ സൈക്കിൾ ആൻഡ് യൂട്രൈൻ സൈക്കിൾ.
ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന പ്രോസസ്സ് പൂർത്തിയാകുന്നത്. മെൻസ്ട്രൽ സൈക്കിളിന് 4 ഫേസുകളുണ്ട് നമ്മൾ. ഓരോ ഫേസിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഫേസാണ് മെൻസ്ട്രൽ ഫേസ്. ഈ സൈക്കിളിൻ്റെ 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങളെയാണ് നമ്മൾ മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുക. ദ സൈക്കിൾ ഈസ് സ്റ്റാർട്ട് വിത്ത് മെൻസ്ട്രൽ ഫ്ലോ ഓർ ബ്ലീഡിങ്. ഇതിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ബ്ലീഡിങ് ആയിരിക്കും ഉണ്ടാവുക. ദീസ് ബ്ലീഡിങ് ഈസ് ലാസ്റ്റ് ഫോർ 3 to 5 days. 3 മുതൽ 5 ദിവസം വരെ ഈ ബ്ലീഡിങ് ഉണ്ടായിരിക്കും. ചില ആളുകൾ അത് 7 ദിവസം വരെ ചിലപ്പോൾ നീണ്ടു നിന്നേക്കാം. ഇതിനെയാണ് നമ്മൾ മെൻസ്ട്രൽ ഫ്ലോ അല്ലെങ്കിൽ ബ്ലീഡിങ് അല്ലെങ്കിൽ മെൻസസ് എന്ന് നമ്മൾ പറയുന്നത്. മെൻസ്ട്രേഷൻ ഈസ് ഒക്കർ ഇഫ് ദ ഓവം ഈസ് ഡസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഓവം ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലാണ് മെൻസ്ട്രേഷൻ നടക്കുകയുള്ളൂ. ഇൻ കേസ് ഒരു സ്ത്രീയിൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നീട് മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. പിന്നീട് പ്രഗ്നൻസി അല്ലെങ്കിൽ ലാക്ടേഷൻ്റെ കുട്ടിക്ക് പാല് കൊടുത്തതിൻ്റെ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം വരെ ഈ ഒരു പ്രോസസ്സ് ചിലപ്പോൾ നടന്നുകൊള്ളുന്നില്ല. ഓക്കെ, അപ്പോൾ മെൻസ്ട്രേഷൻ നടക്കുന്നത് എപ്പോഴാണ്? ഇഫ് ദ ഓവം ഈസ് ഡസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്. ഇനി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഈ ബ്ലീഡിങ്ങിന് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഓവുലേഷൻ നടക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എൻഡോമെട്രിയം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നൊരു കാര്യമാണ്. എൻഡോമെട്രിയത്തിൻ്റെ യൂട്രസിൻ്റെ ഇന്നർ ലെയറാണ് എൻഡോമെട്രിയം, നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഈ എൻഡോമെട്രിയത്തിൽ ഈ ഒരു ഓവത്തെ അല്ലെങ്കിൽ ഈ ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ ഇംപ്ലാന്റ് ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തും. അവിടെ അതിൻ്റെ തിക്നെസ് കൂട്ടും, അതിനാവശ്യമായ ബ്ലഡ് വെസലൊക്കെ റെഡിയാക്കി വെക്കും. പക്ഷേ ഈ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതെല്ലാം പറഞ്ഞു പോരാണ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ആക്ച്വലി ഈ ബ്ലീഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. If the fertilization does not occur, the corpus luteum degenerates. As a result, the production of progesterone is also stops. നമുക്കറിയാം ഈ ഗ്രാഫിയൻ ഫോളിക്കിളാണ് കോർപ്പസ് ലൂട്ടി ആയിട്ട് മാറുന്നത്. ആ കോർപ്പസ് ലൂട്ടിയാണ് പ്രൊജസ്ട്രോൺ ഉണ്ടാകുന്നത്. ആ പ്രൊജസ്ട്രോണിൻ്റെ റോൾ എന്താ? ഇംപ്ലാന്റേഷന് സഹായിക്കുകയാണ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ ഈ കോർപ്പസ് ലൂട്ടി നശിച്ചു പോവുകയും പ്രൊജസ്ട്രോണിൻ്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും. ദിസ് കോസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയൽ ലൈനിങ് ആൻഡ് ദ ബ്ലഡ് വെസൽസ് ഓഫ് യൂട്രസ്. അപ്പോൾ ഈ യൂട്രസിൻ്റെ എൻഡോമെട്രിയൽ ലൈനിങ്ങും അതിനകത്തുള്ള ബ്ലഡ് വെസലെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യും. ആൻഡ് ഇറ്റ് കം ഔട്ട് അലോങ് വിത്ത് അൺഫെർട്ടിലൈസ്ഡ് എഗ് ത്രൂ ദ വജൈന. ഈ എൻഡോമെട്രിയൽ ലൈനിങ്ങും ബ്ലഡ് വെസലും ഈ അൺഫെർട്ടിലൈസ്ഡ് ഓവവും എല്ലാം കൂടിയും വജൈനയിലൂടെ പുറന്തള്ളപ്പെടും. ആൻഡ് ദിസ് മന്ത്ലി ഫ്ലോ ഈസ് കോൾഡ് മെൻസ്ട്രേഷൻ ഓർ മെൻസസ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൻ്റെ ഉള്ളിലെ വോളുകൾ പീൽ ചെയ്ത് പരിഞ്ഞു പോരുകയാണ് ചെയ്യുക. ഇത് പിറ്റത്തെ മാസം ആകുമ്പോഴത്തേന് വീണ്ടും റെഡിയാവും. ഇങ്ങനെ അതുകൊണ്ടാണ് ഇതിൻ്റെ സൈക്ലിക് ചേഞ്ചസ് എന്ന് പറയാൻ കാരണം. ഫേസിൽ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങളാണ് ഈ സന്ദർഭത്തിൽ ബ്ലീഡിങ് ആയിരിക്കും സംഭവിക്കുക. ബ്ലീഡിങ് 3 മുതൽ 5 അല്ലെങ്കിൽ 7 ദിവസം വരെ ലാസ്റ്റ് ചെയ്യാം. ഇവിടെ നടക്കുന്നത് ഇത് എപ്പോഴും മാത്രം നടക്കുക, ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ മാത്രമാണ് ഈ പ്രോസസ്സ് നടക്കുക എന്ന് ഓർക്കുക. ഇവിടെ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് പോവുകയും പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയുകയും ചെയ്യും. തൽഫലമായിട്ട് ഈ എൻഡോമെട്രിയൽ ലൈനിങ്ങും അതിനകത്തുള്ള ബ്ലഡ് വെസലും അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗും എല്ലാം കൂടിയും വജൈനയിലൂടെ പുറന്തള്ളപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെൻസ്ട്രുവേഷൻ ഓർ മെൻസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീക്ക് മെൻസ്ട്രുവേഷൻ വൈകുകയോ മെൻസ്ട്രുവേഷൻ ഇല്ലാതിരിക്കുകയോ ചെയ്താൽ എന്താ മനസ്സിലാകുന്ന കാര്യം? ഇറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രഗ്നൻസിയാണ്. അപ്പോൾ ലാക്ക് ഓഫ് മെൻസ്ട്രുവേഷൻ ഇൻഡിക്കേറ്റ് പ്രഗ്നൻസി. അപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയാണ് എന്ന് നമ്മൾ സ്ഥിരീകരിക്കപ്പെടുന്നത് ആ ഒരു മാസം മുതൽ ഈ മെൻസ്ട്രുവേഷൻ ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ഗർഭം സ്ഥിരീകരിക്കുന്നത്. ഇനി കൂടുതൽ ഓർക്കേണ്ട കാര്യം, പല ആളുകളിലും പല സ്ത്രീകളിലും ഇത് പല കാരണം കൊണ്ട് വൈകുകയോ നേരത്തെ വരികയോ ചെയ്യാം. മെൻ്റൽ സ്ട്രെസ്സ്, അതുപോലെ പുവർ ഹെൽത്ത്, അങ്ങനെയൊക്കെ ഉള്ള ആളുകളിൽ ഇത് വൈകുകയോ അല്ലെങ്കിൽ ആബ്സെൻ്റ് ആവുകയോ ചെയ്യാം. മെൻസ്ട്രുവേഷൻ മേ ബി ലാക്ക് ഡ്യൂ ടു സ്ട്രെസ് ആൻഡ് പുവർ ഹെൽത്ത്. പിന്നീട് ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പെൺകുട്ടികളിലൊക്കെ ഏകദേശം ഒരു 13-14 വയസ്സിൻ്റെ ഇടയിലാണ് ഈ ഒരു പ്രോസസ്സ് ആരംഭിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തുടക്കത്തിൽ ചിലപ്പോൾ ഇറഗുലർ ആയേക്കാം. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ആദ്യമായിട്ട് മെൻസ്ട്രുവേഷൻ ആരംഭിച്ചു, ചിലപ്പോൾ പിറ്റത്തെ 1-2 മാസം ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല. തുടർച്ചയായിട്ട് ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ യു മസ്റ്റ് കൺസൾട്ട് എ ഡോക്ടർ. ഇനി നമ്മൾ രണ്ടാമത്തെ ഫേസിലേക്ക് കടക്കുക. രണ്ടാമത്തെ ഫേസാണ് ഫോളിക്കുലർ ഫേസ് ഓർ പ്രൊലിഫറേറ്റീവ് ഫേസ്.
5-ാമത്തെ ദിവസം മുതൽ 13-ാമത്തെ ദിവസം വരെയുള്ള ഘട്ടത്തിനെയാണ് നമ്മൾ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം 5th ഡേ ആഫ്റ്റർ മെൻസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റഡ് വിത്തിൻ 8 or 12 days. ഈ ഒരു കാലഘട്ടത്തിനിടയിൽ ഇതിനെയാണ് നമ്മൾ പ്രൊലിഫറേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുക. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് സംഭവിക്കുന്നത് ഓവറിക്കകത്തായിരിക്കും. ഓവറിയുടെ ഫോളിക്കിൾസിനാണ് ഈ ഒരുപാട് മാറ്റങ്ങൾ ഈ സന്ദർഭത്തിൽ സംഭവിക്കുക. പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന LH ആൻഡ് FSH എന്ന് പറയുന്ന 2 ഹോർമോണിൻ്റെ ആക്ഷൻ നടക്കുന്നത് ഈ ഒരു പീരീഡിലാണ്. ഇൻ ദിസ് ഫേസ് ദ ആക്ഷൻ ഓഫ് ഗൊണാഡോട്രോപ്പിൻ LH ആൻഡ് FSH ഫ്രം പിറ്റ്യൂട്ടറി ഒക്കേഴ്സ്. വാട്ട് ഈസ് റോൾ ഓഫ് FSH? FSH 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ ചെയ്യുക. ഒന്ന്, ഇറ്റ് സ്റ്റിമുലേറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൈമറി ഫോളിക്കിൾ ഇൻ ടു ഫുള്ളി മെച്ചർ ഫോളിക്കിൾ, ദാറ്റ്സ് കോൾഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഈ പ്രൈമറി ഫോളിക്കിൾസിനെ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ FSH ആണ്, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. ഇനി ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടായാലാണ് ഏത് ഹോർമോൺ ഉണ്ടാവുക? ഈസ്ട്രജൻ എന്ന ഹോർമോൺ ഉണ്ടാവുക. അപ്പോൾ രണ്ടാമത്തെ റോൾ എന്താണ്? സെക്രീഷൻ ഓഫ് ഈസ്ട്രജൻ ബൈ ഗ്രാഫിയൻ ഫോളിക്കിൾ. ഇനി ഈ സന്ദർഭത്തിൽ പ്രവർത്തിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. അപ്പോൾ FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റ് ചെയ്ത് ഗ്രാഫിയൻ ഫോളിക്കിൾ ആയി മാറും, അതോടൊപ്പം ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നീട് ഈ ഒരു ഓവുലേഷൻ്റെ പ്രോസസ്സുകളെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഈസ്ട്രജനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈസ്ട്രജൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ എൻഡോമെട്രിയം പീൽ ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ? അതാണ് മെൻസ്ട്രേഷൻ സംഭവിച്ചത്. ഇനി ഈസ്ട്രജൻ്റെ ഫലമായിട്ട് എന്തെന്ന് വെച്ചാൽ ആ എൻഡോമെട്രിയൽ ലൈനിങ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈസ്ട്രജൻ സ്റ്റിമുലേറ്റ്സ് പ്രൊലിഫറേഷൻ ഓഫ് റപ്ചേർഡ് യൂട്രൈൻ എൻഡോമെട്രിയം. യൂട്രസിൻ്റെ എൻഡോമെട്രിയം പ്രൊലിഫറേറ്റ് ചെയ്യുക, പെട്ടെന്ന് വർദ്ധിച്ച് സെല്ലുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം ഇറ്റ് സ്റ്റിമുലേറ്റ് ദ മ്യൂക്കസ് ലൈനിങ് ഓഫ് ഓവിഡക്റ്റ് ആൻഡ് വജൈന. കൂട്ടത്തിൽ നമുക്കറിയാം ഈസ്ട്രജൻ സ്റ്റിമുലേറ്റ് ദ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. ഈ ഒരു ഓവുലേഷൻ്റെ സമയമാകുമ്പോഴേക്ക് സ്ത്രീകളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒരുപാട് ഉണ്ടാക്കുന്നത് ഈസ്ട്രജൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. അതോടൊപ്പം FSH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ ഇത് ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. ഇറ്റ് സപ്രസ് ദ FSH സെക്രീഷൻ. ഇവിടെ ഗ്രാഫിയൻ ഫോളിക്കിൾ ഡെവലപ്പ് ആയി കഴിഞ്ഞല്ലോ. അതോടൊപ്പം മറ്റു ഹോർമോൺ, പിറ്റ്യൂട്ടറിയിൽ നിന്നുള്ള മറ്റു ഹോർമോണാണ് LH, ല്യൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. സോ ഈസ്ട്രജൻ സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് LH, ല്യൂട്ടിനൈസിങ് ഹോർമോൺ ഫ്രം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്. ഈ മൂന്നാമത്തെ ഫേസാണ് ഓവുലേറ്ററി ഫേസ്. ഇത് ഓൺ ദ 14th ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിളാണ്. 14-ാമത്തെ ദിവസം, മെൻസസ് നടന്നതിൻ്റെ 14-ാം ദിവസമാണ് ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. ഈ സന്ദർഭത്തിൽ LHൻ്റെയും FSH എന്ന് പറയുന്ന ഹോർമോണുകളുടെ ഉൽപ്പാദനം മാക്സിമം ആയിട്ടുണ്ടായിരിക്കും. ഈ ഗ്രാഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. LHും FSHും അതിൻ്റെ ഉൽപ്പാദനം പീക്ക് ലെവലായിരിക്കും, മാക്സിമം ആയിരിക്കും ഉണ്ടാവുക. ബോത്ത് LH ആൻഡ് FSH അറ്റൈൻ എ പീക്ക് ലെവൽ ഇൻ ദ മിഡിൽ ഓഫ് സൈക്കിൾ. ഈ സന്ദർഭത്തിൽ പ്രധാനമായിട്ടും ആക്ട് ചെയ്യുന്ന ഹോർമോൺ FSHൻ്റെ റോള് അവിടെ ഏറെ അവസാനിച്ചു, ഫോളിക്കിൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല ഈസ്ട്രജൻ ഈ FSHൻ്റെ ഉൽപ്പാദനത്തെ സപ്രസ് ചെയ്യുകയും ചെയ്യും. ഈ സമയത്ത് ഏറ്റവും കൂടുതലാവുന്ന ഹോർമോണാണ് LH. ഗ്രാഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും LH ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ആ LHൻ്റെ മാക്സിമം ഉൽപ്പാദനത്തെ ഓൺ ദ 14th ഡേ ഓർ ദ മിഡിൽ ഓഫ് ദിസ് സൈക്കിൾ ദ സെക്രീഷൻ ഓഫ് LH ഈസ് മാക്സിമം. ദാറ്റ് ഈസ് കോൾഡ് LH സെർച്ച് എന്നാണ് പറയുക. ആ വാക്ക് പഠിക്കണം, LH സെർച്ച്. അപ്പോൾ ഈ ഓവുലേറ്ററി ഫേസിൽ എന്താ സംഭവിക്കുക? On the 14th day of menstruation, the rapid secretion of LH, that's called LH surge, induce the rupture of Graafian follicle and thereby release ovum. That process is called ovulation. അപ്പോൾ ഈ 14-ാമത്തെ ദിവസമാണ് ഓവം ഈ ഗ്രാഫിയൻ ഫോളിക്കിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഓവുലേഷൻ. ഈ തന്നിരിക്കുന്ന ഈ ഒരു ചിത്രത്തിൽ നമുക്കതിൻ്റെ ഓരോ സ്റ്റേജുകളും കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് ഈ ഓവത്തെ പിന്നീട് ഓവിഡക്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ഭാഗമായിട്ടുള്ള ഫിംബ്രിയെ അല്ലേ, ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സാണ് ഫിംബ്രിയെ ഈ ഓവത്തെ ക്യാച്ച് ചെയ്യും. അത് നോൺ മോട്ടൈലാണ്. അത് പിന്നീട് ഈ ഓവിഡക്റ്റിനകത്ത് ഒരുപാട് സീലിയേറ്റഡ് എപ്പിത്തീലിയം ഉണ്ട്, അത് ഒരു പ്രത്യേക ദിശയിലേക്ക് അതിനെ മൂവ് ചെയ്യുന്നൊക്കെ നമ്മൾ യൂട്രസിൻ്റെ സ്ട്രക്ചർ പറഞ്ഞ സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ റിലീസ് ചെയ്യുന്ന ഓവം ഒരു സിംഗിൾ സെല്ല, ഒറ്റ സെല്ല് ഉണ്ടാവുള്ളൂ. ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. നമ്മൾ ഗ്യാമറ്റോജൻസ് പറയുന്ന സമയത്ത് പറഞ്ഞു, ബാക്കിയൊക്കെ
പോളാർ ബോഡീസ് ആയിട്ട് മാറും അല്ലേ. ഒരു ഊഗോണിയയിൽ നിന്ന് ഒരു ഓവമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ ഓവത്തിന് 24 hours മാത്രമേ ജീവനും ഫങ്ഷനും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 24 hours മുമ്പ് എന്ത് ചെയ്യണം? ഫെർട്ടിലൈസേഷൻ നടക്കണം. അതുകൊണ്ടാണ് എല്ലാ ഇൻ്റർകോഴ്സുകളും പ്രഗ്നൻസിയിലേക്ക് എത്താത്തത്. അത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ ദിസ് ഓവം ഈസ് റിമെയിൻ അലൈവ് ആൻഡ് ഫങ്ഷണൽ ഓൺലി 24 hours. മീൻസ് ഒരു ദിവസമാണ് ഈ ഓവത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. ആ സ്ഥാനത്ത് സ്പേം എന്ന് പറയുന്ന സെല്ലിൻ്റെ പ്രത്യേകത, സ്പേം സെല്ലാണ്, മൊട്ടയിലാണ് അല്ലേ, അതിന് 3 ദിവസത്തെ ആയുസ്സുണ്ട്. 72 hour എന്നാണ് പറയുക. 72 മണിക്കൂർ ആയുസ്സുണ്ട്. ആ സ്ഥാനത്ത് ഓവത്തിനോ 24 hours ആയുസ്സുള്ളൂ. അപ്പോൾ ആ ഒരു 24 hours മുമ്പ് ഈ ഓവും സ്പേമും ഫ്യൂസ് ചെയ്താലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. ഇനി 4ാമത്തെ ഫേസാണ് ല്യൂട്ടിയൽ ഫേസ് ഓർ സെക്രീറ്ററി ഫേസ്. മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ബാക്കിയുള്ള 14 ദിവസം, ഇപ്പോൾ 1 മുതൽ 14 ദിവസം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, ബാക്കിയുള്ള 14 ദിവസം ഏറ്റവും ഡ്യൂറേഷൻ കൂടിയ ഫേസാണ് ല്യൂട്ടിയൽ ഫേസ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച കാര്യമുണ്ട്. ഓവുലേഷന് ശേഷം ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായിട്ട് മാറും? ഗ്രാഫിയൻ ഫോളിക്കിൾ ബിക്കം corpus luteum. After ovulation, the Graafian follicle transformed to become yellowish conical mass of cell that is called corpus luteum. These corpus luteum secrete progesterone. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ആക്ഷൻസ് ഒക്കെ പ്രൊജസ്ട്രോണിൻ്റെ ഫങ്ഷൻസ് ആയിരിക്കും. പ്രൊജസ്ട്രോണിൻ്റെ പ്രധാനപ്പെട്ട റോളുകൾ, ഒന്ന്, ഇറ്റ് മേക്സ് ദ എൻഡോമെട്രിയം മാക്സിമം വാസ്കുലാർ തിക്നെസ് ആൻഡ് സോഫ്റ്റ്. എൻഡോമെട്രിയത്തിൽ കൂടുതൽ ബ്ലഡ് വെസലുകളെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. അതാണ് മോർ വാസ്കുലാർ. അതുപോലെ തിക്നെസ് ആൻഡ് സോഫ്റ്റ് ആക്കി മാറ്റും. ദസ് ദ യൂട്രസ് ഗെറ്റ് റെഡി ഫോർ ഇംപ്ലാന്റേഷൻ ഓഫ് ഫെർട്ടിലൈസർ ഓവം ആൻഡ് അതർ ഇവൻറ്റ്സ് ഇൻ പ്രഗ്നൻസി. ഇനി രണ്ടാമതായിട്ട് ചെയ്യുന്ന കാര്യം, ഇറ്റ് ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് FSH. പിറ്റ്യൂട്ടറി എന്നുള്ള FSH സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട് ചോദിച്ചാൽ, അല്ലെങ്കിൽ തൊട്ടുപിറകിലുള്ള ഫോളിക്കിൾ, തൊട്ടുപിറകിൽ നിൽക്കുന്ന സെക്കൻഡ് ഫോളിക്കിൾ, നമ്മൾ ടെർഷറി ഫോളിക്കിൾ എന്നാണ് പറയുക, അത് ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ലേറ്റാക്കാൻ വേണ്ടിയിട്ട് ഇത് FSH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. ടു പ്രിവെൻറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്കൻഡ് ഓവറിയൻ ഫോളിക്കിൾ ടു ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നതിനെ തടയുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഫെർട്ടിലൈസ്ഡ് ഓവത്തെ അല്ലെങ്കിൽ എഗ്ഗിനെ ഈ എൻഡോമെട്രിയത്തിൻ്റെ വാളിൽ ഇംപ്ലാന്റ് ചെയ്യും. അതിന് ഈ പ്രൊജസ്ട്രോൺ സഹായിക്കും. ഡ്യൂറിങ് പ്രഗ്നൻസി ഓൾ ഇവൻറ്റ് ഇൻ ദ മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റോപ്പ് ആൻഡ് ദർ ഇസ് നോ മെൻസ്ട്രുവേഷൻ. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ ഈ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുന്ന ആ ഒരു സെല്ലുകൾ നശിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞ ഭാഗത്തേക്ക് തന്നെ എത്തുകയാണ്. ഈ ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് ഒക്കർ, ദ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്സ്. നേരത്തെ നമ്മൾ ഫസ്റ്റ് ഫേസ് പറഞ്ഞ കാര്യമാണ് അല്ലേ, ഈ മെൻസ്ട്രുവേഷൻ നടക്കാനുള്ള കാരണം ഇത് ഡീജനറേറ്റ് പോകുമ്പോൾ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു പോരും. ഇവിടെ ഇനി തിരിച്ച് വീണ്ടും അവിടെ തന്നെ എത്താണ്. അങ്ങനെ ഈ ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് ഒക്കർ, ദ കോർപ്പസ് ലൂട്ടിയം degenerates. It cause disintegration of endometrium. അങ്ങനെ പ്രൊജസ്ട്രോണിൻ്റെ ഉൽപ്പാദനം നടന്നില്ലെങ്കിൽ എൻഡോമെട്രിയം വീണ്ടും നശിച്ചു. ഇറ്റ് ലീഡ്സ് ടു നെക്സ്റ്റ് മെൻസ്ട്രുവേഷൻ ആൻഡ് ന്യൂ സൈക്കിൾ. ഇത് വീണ്ടും ആവർത്തിക്കും. അപ്പോൾ അതിന് 28 ദിവസമായിട്ടുണ്ടാവും, വീണ്ടും ആവർത്തിക്കും. ഈ പ്രോസസ്സ് അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയാൻ കാരണം. ഇത്രയും കാര്യങ്ങളാണ് മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ 4 ഫേസുകളും അതിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഇവൻറ്റുകളും ഓർക്കുക. ഇതിൽ അറ്റ് എ ടൈമിൽ ഓവറിക്കകത്തും ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്, അവിടെ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം യൂട്രസിനകത്തും ചേഞ്ചസ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മെൻസ്ട്രുവൽ സൈക്കിളിന് 2 ഇവൻറ്റുകളുണ്ടെന്ന് പറയാൻ കാരണം. നമ്മൾ പറഞ്ഞു ഏകദേശം ഒരു 11 മുതൽ 13 വയസ്സിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 12 വയസ്സിൻ്റെ ഇടയിലാണ് ഈ ഒരു ഇവൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറയുന്ന പേരാണ് മെനാർക്കി എന്നാണ് പറയുക. മെനാർക്കി ഈസ് ദ ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ ഡ്യൂറിങ് പ്യൂബർട്ടി. അങ്ങനെ അവിടെ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ സൈക്ലിക് ഇവൻറ്റുകൾ ഏകദേശം ഒരു 50 വയസ്സ് വരെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് സ്റ്റോപ്പ് അറ്റ് അബൌട്ട് ഏജ് ഓഫ് 15. ദാറ്റ് ഈസ് കോൾഡ് മെനോപോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ മെനാർക്കി മുതൽ മെനോപോസ് വരെ നടക്കുന്ന സൈക്ലിക് ഇവൻറ്റുകളെയാണ് നമ്മൾ മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുക. അങ്ങനെ നമുക്ക് പറയാം അല്ലേ.
ഈ തന്നിരിക്കുന്ന ഗ്രാഫുകളും അവിടെ നടക്കുന്ന ഇവൻറ്റുകളും വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ഇവൻറ്റുകളെയും ആ സമുദ്രത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയും നമ്മളൊരു ഗ്രാഫിക്കൽ രൂപത്തിൽ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഈ ഒരു ഗ്രാഫിൽ ഓരോ ഭാഗത്തും നടക്കുന്ന പ്രധാനപ്പെട്ട ഇവൻറ്റുകളെ ചിത്രീകരണമാണ് കാണിക്കുന്നത്. ആദ്യം യൂട്രൈൻ ഇവൻറ്റ്. യൂട്രൈൻ ഇവൻറ്റിൽ ആദ്യത്തെ ഫേസിൽ ബ്ലീഡിങ് കാണിക്കുന്നുണ്ട്. പിന്നീട് ഫോളിക്കുലർ ഫേസ്, പിന്നീട് 14ാമത്തെ ദിവസത്തെ നമ്മൾ ഓവുലേറ്ററി ഫേസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ടുള്ള ഫോളിക്കുലർ ഫേസിനകത്ത് എൻഡോമെട്രിയം മാക്സിമം ആകുന്ന ചിത്രം കാണിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഫേസ് കാണിക്കുന്നുണ്ട്, ബ്ലീഡിങ് വീണ്ടും ആരംഭിക്കുന്നു. രണ്ടാമത്തത് ചേഞ്ചസ് ഇൻ ഓവറിയൻ ഹോർമോൺസ് ആണ്. ഓവറിയിലെ ഹോർമോൺ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും റോളുകളാണ് ഇവിടെ കാണിക്കുന്നത്. 14ാമത്തെ ദിവസത്തിൽ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഈസ്ട്രജനാണ്, നീല നിറത്തിൽ കാണാൻ പറ്റും. ആ സമയത്ത് പ്രൊജസ്ട്രോണിൻ്റെ അളവ് വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം, സ്റ്റഡി ആയിട്ടാണ് കാണിക്കുന്നത്. അതിന് ശേഷമാണ് പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുന്നത്. അതോടൊപ്പം ഈസ്ട്രജൻ്റെ അളവ് ആ സന്ദർഭത്തിൽ കുറയുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ആ സമയത്ത് ഗ്രാഫിയൻ ഫോളിക്കിൾ ഡെവലപ്മെൻറ്റ് ഈ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ഇൻഹിബിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആ സമയത്ത് ഈസ്ട്രജൻ്റെ ഉൽപ്പാദനം കുറയാൻ ചെയ്യുന്നത്. വീണ്ടും അടുത്ത ഫേസ് ആരംഭിക്ക് ഈസ്ട്രജൻ്റെ അളവ് കൂടുന്നത് കാണാൻ സാധിക്കും. മൂന്നാമത്തത് തന്നിട്ടുള്ളത് ചേഞ്ചസ് ഇൻ ഓവറിയാണ്. ഓവറിക്കകത്തുള്ള ഓരോ ഫോളിക്കിൾസിലും നടക്കുന്ന മാറ്റങ്ങളാണ് മൂന്നാമത്തെ ലെവലിൽ കാണിച്ചിട്ടുള്ളത്. അതിനകത്ത് ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. 14ാമത്തെ ദിവസം ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുന്നതും ഓവുലേഷൻ നടക്കുന്നതും കാണിക്കുന്നുണ്ട്. പിന്നീട് അത് കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുന്നതും കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് പോകുന്നതും വ്യക്തമായിട്ട് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ചേഞ്ചസ് ഇൻ പിറ്റ്യൂട്ടറി ഹോർമോൺ LH ആൻഡ് FSH. ചിത്രത്തിൽ മനസ്സിലാവും ഓൺ ദ 14th ഡേ ഈ LHൻ്റെയും FSHൻ്റെയും അളവ് മാക്സിമം ആയിരിക്കും. അതിൽ തന്നെ LHൻ്റെ അളവാണ് മാക്സിമം കാണിക്കുന്നത്. അതിനെയാണ് LH സർജ് എന്ന് പറയുന്നത്. ഈ ചിത്രീകരണം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓരോ ഗ്രാഫും ഓരോ ലെവലും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇത്രയും ഭാഗങ്ങളാണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്.